ഉത്സവത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പോയിന്റ് പട്ടികയിൽ നിന്ന് തന്നെ തുടങ്ങണം. കണ്ണൂർ ജില്ലയുടെ വർഷം പറഞ്ഞു കഴിഞ്ഞു. കണ്ണൂർ ജില്ലയുടെ ആധിപത്യം തുടരുകയാണ്. ആ ആധിപത്യം എന്ന് പറയുന്നത് ശരത്ത് എന്തായാലും അവസാന മത്സരം സ്റ്റേജിൽ കയറി അവസാന മത്സരത്തിന്റെ ഫലം കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഓവറോൾ വിജയി ആരാണ് എന്ന് നമുക്ക് പറയാൻ പോലും പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ കൊല്ലം കലോത്സവത്തിൽ കണ്ണൂരായിരുന്നു ജേതാക്കൾ. അന്നത്തെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിതുപോലെ കൊല്ലത്ത് നിന്ന് അന്ന് കാവ്യായിരുന്നു തോന്നുന്നു, കാവ്യാണ്, ഞങ്ങൾ ഇന്നലെ സംസാരിച്ചു. അന്ന് ഇങ്ങനെ കലോത്സവത്തിന്റെ അവസാനം നല്ല ഫൈറ്റാണ്, അവസാനം ഇഞ്ചോടിഞ്ച് പോരാട്ടം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് വരുന്നു, കണ്ണൂർ ജേതാക്കളാവുന്നു. നമ്മുടെ കൊല്ലത്തെ സ്റ്റുഡിയോയിൽ കവി കുരീപ്പുഴ ഉണ്ട്. അപ്പോൾ കുരീപ്പുഴ ഇങ്ങനെ കൊല്ലത്ത് നിന്നിട്ട് ഗംഭീര കലോത്സവം അതേക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുട്ടികൾ, അവരുടെ വളർച്ച, അതിനിടയിൽ വരുന്ന നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയം, ജനാധിപത്യം, ഇതെല്ലാം സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ച് കലയെയും ഒക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അന്നൊരു വലിയ കോൺട്രവേഴ്സി ഉണ്ടായി. ഇന്ന ആൾ നമ്മുടെ കൂടെ കേരളത്തിലില്ല, ആശാനെ പറഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട്, ബീഹാറിലേക്ക് വിട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ച ഓർമ്മയില്ലേ? അപ്പോൾ അതേക്കുറിച്ച് കുരീപ്പുഴ സംസാരിക്കുന്നു. കുരീപ്പുഴ ഗംഭീരമായി ഗവർണർക്കുള്ള മറുപടിയാണ്, ആരിഫ് മുഹമ്മദ് ഖാനുള്ള നാടിന്റെ മറുപടിയാണ് ഈ കലാകിരീടം എന്നൊക്കെ പറയുന്നു. ആ ഗംഭീരമായ വീഡിയോ ഓടുന്ന അവസ്ഥയായിരുന്നു കലോത്സവം കൊടിയിറങ്ങുമ്പോൾ. കണ്ണൂർ ജില്ലയ്ക്ക് കലാകിരീടം. അതെ 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 അതെ, അതാണ് ഞാൻ ഓർത്തത്. ആ രീതിയിൽ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ച കലാകേരളത്തിന്റെ മറുപടിയാണ്. ഇതാണ് ഗവർണർക്കുള്ള മറുപടി കൃത്യമായി കഴിഞ്ഞ വർഷം കൊല്ലം കലോത്സവ വേദിയിൽ നിന്ന് കൊടുത്തിരുന്നു. ഇത്തവണ തിരുവനന്തപുരത്ത് എന്താണ് എന്നുള്ള പ്രവചനത്തിന് നമ്മളില്ല. വെച്ചിരിക്കുന്നത് എന്താണ് എന്നത് പറയാൻ നമ്മൾ ആളല്ല. കാരണം ഓരോ മത്സര ഫലങ്ങൾ വരുമ്പോഴും ഓരോ മത്സര പട്ടിക മാറി മാറി വരുന്നു. മലപ്പുറം ജില്ലയും കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയും ഒക്കെ ടോപ്പ് 5 ഇടം പിടിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അത്ര കയറി വരാറില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് ടോപ്പ് 5 ആലപ്പുഴ ജില്ല ഉണ്ടായിരുന്നു, കൊല്ലം ജില്ല ഉണ്ടായിരുന്നു, മലപ്പുറം ജില്ല ഉണ്ടായിരുന്നു. കണ്ണൂർ പതിപോലെ മുന്നിൽ നിൽക്കുന്നു. 2ാം സ്ഥാനത്ത് തൃശ്ശൂർ, 3ാം സ്ഥാനത്ത് കോഴിക്കോട്, 4ാം സ്ഥാനത്ത് പാലക്കാട്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. 5ാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയാണ്. നിലവിൽ നിൽക്കുന്ന പോയിന്റ് പട്ടിക ഇത്തരത്തിലാണ്. പക്ഷേ പോയിന്റ് പട്ടികയിൽ ഓരോ മത്സരഫലം വരുന്നതോടുകൂടി ഓരോ മാറ്റങ്ങളുണ്ടാകും. കണ്ണൂർ ജില്ല ആധിപത്യം തുടരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവസാനം കപ്പാര് കൊണ്ടുപോകുന്നത് വലിയ ചോദ്യം. ഇല്ല, ഞാൻ കോഴിക്കോട് നിന്ന് പറയുന്നില്ല, കാരണം എന്തായാലും ഞങ്ങൾക്കാണ് അതിന് പറയേണ്ട കാര്യമില്ല എന്ന്. ശരി, ടോപ്പ് 5 എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഏതായാലും നോക്കട്ടെ, അതിൽ നമ്മളിപ്പോ കിടന്ന് മത്സരിക്കേണ്ട കാര്യമില്ല. കാരണം കുട്ടികൾ കപ്പടിച്ച് ഗംഭീരരായി കയറി വരും. ആര് കപ്പടിച്ചാലും സന്തോഷം, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പൊ എല്ലാ കലോത്സവത്തിനും എന്താ ഇതുപോലെ വളരെ കലോത്സവത്തിന്റെ കൊടിമരമാണ്. വളരെ അവിസ്മരണീയമായിട്ടാവും എല്ലാ തവണയും നമ്മുടെ കലാകാരന്മാർ അത് സജ്ജമാക്കാറുള്ളത്. പ്രധാന വേദിയിൽ MTയുടെ നാമധേയത്തിലുള്ള ഈ പ്രധാന വേദിയിൽ ഇതിങ്ങനെ തലയെടുപ്പോടെ ഈ കൊടിമരം ഇങ്ങനെ നിൽക്കുകയാണ്. കൗമാര കലയുടെ നാദതാള വിസ്മയങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൊടിമര സമുച്ചയം എന്ന് പറയാവുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ശരത്ത് ശ്രദ്ധിച്ചോന്നറിയില്ല, അതിന് താഴെയുള്ള ചിത്രങ്ങൾ കണ്ടോ? അനന്തപുരിയുടെ ഓരോ എവിടെ ചെന്നാലും അതുണ്ട്. അതെ, നമ്മൾ തിരുവനന്തപുരത്തെ അടയാളപ്പെടുത്തുന്നത്. ഒരു ദിവസം ചെയ്തപ്പോൾ ഞാൻ കണ്ടിരുന്നു, നിങ്ങൾ രാവിലെയോ മോർണിംഗ് ഷോയിലാണ് സംസാരിച്ചത്. രാവിലെ മോർണിംഗ് ഷോ പറ്റും. പത്മനാഭ സ്വാമി ക്ഷേത്രവും അതുപോലെ പാളയം പള്ളിയുണ്ട്, എല്ലാം ഇങ്ങനെ 2 പള്ളികൾ തലയെടുപ്പോടെ നിൽക്കുന്ന ചുറ്റുപാടും. അതെ, തിരുവനന്തപുരത്തിന്റെ ചന്ദ്രശേഖരൻ സ്റ്റേഡിയം ഇല്ലെന്ന് തോന്നുന്നു. നിയമസഭാ മന്ദിരമുണ്ട്, സെക്രട്ടേറിയറ്റ് മന്ദിരമുണ്ട്, ചന്ദ്രശേഖരൻ. ഇത് പറയുമ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. നമ്മുടെ നിയമസഭയിലെ പുസ്തകോത്സവം, അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇന്ന് ആരംഭിക്കുകയാണ്. അത് മറ്റൊരു മാതൃകാപരമായ, രാജ്യത്തെ നിയമസഭകൾക്കെല്ലാം മാതൃകയായ ഒരു വലിയ തുടക്കമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച അതിന്റെ 3rd എഡിഷനോ മറ്റോ ആണ്. വളരെ ഗംഭീരമായി അതിങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിന്റെ തുടക്കം ഇന്നുണ്ട്. എല്ലാ ദിവസവും ഈ പറഞ്ഞതുപോലെ തന്നെ കല ആഘോഷിക്കുന്നത് പോലെ തന്നെ വായന ആഘോഷിക്കപ്പെടുന്നു, പുസ്തകങ്ങൾ ആഘോഷിക്കപ്പെടുന്നു. നിരവധി പ്രസാധകരുണ്ട്, നിരവധി പുസ്തകങ്ങൾ അവിടെ ഇറങ്ങാനിരിക്കുന്നു. നമ്മുടെ ബിജു മുത്തത്തിയുടെ പുസ്തകമൊക്കെ ഇറങ്ങാനിരിക്കുന്നു. 12-നാണെന്ന് തോന്നുന്നു. 9-ാം തീയതി പ്രകാശനമാണ്. മനിതർകാലം. യെസ്, ബിജു മുത്തത്തിയുടെ 2ാമത്തെ പുസ്തകമാണ്. കഴിഞ്ഞ പുസ്തകം കൈരളിയുമായി ബന്ധപ്പെട്ടതാണ്. ലേഡീസ് കമ്പാർട്ട്മെന്റ് കൈരളിയിലുണ്ടായിരുന്ന മുത്തത്തിയുടെ ഷോ. അതെ, കേരള എക്സ്പ്രസിൽ നിന്ന് സ്ത്രീ ജീവിതങ്ങളായി. അതായിരുന്നു ആദ്യത്തെ പുസ്തകം. 2ാമത്തെ പുസ്തകം, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ. 256ഓളം പ്രസാധകരുണ്ട്. അത്രയേറെ പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. പുസ്തകങ്ങൾക്ക് അത്രയേറെ പ്രാമുഖ്യം നൽകുന്നു, വായനയ്ക്ക് അത്രയേറെ പ്രാമുഖ്യം നൽകുന്നു. ഈ വായനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ MTയെ കുറിച്ച് പറയാതെ പോകാൻ വയ്യ.
പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ ഒരു വേളയിൽ നിൽക്കുമ്പോൾ MTയുടെ പേരുള്ള പ്രധാന വേദിയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ സംസാരം നില എന്ന് തന്നെയായിരുന്നു പ്രധാന വേദിയുടെ പേര്. അത് MT നിലയാക്കിയത് അദ്ദേഹത്തിന്റെ വിയോഗത്തോടു കൂടി അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് എന്ന നിലയ്ക്കാണ്. അത്തരത്തിൽ MT വാസുദേവൻ മലയാളിയെ സംബന്ധിച്ച് നിള എന്നാൽ MT തന്നെയാണ്. നിലയുടെ കഥാകാരൻ എന്നാണല്ലോ നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കുന്നത്. എല്ലാ കാലവും അതിന്റെ സമൃദ്ധിയിലും അതിന്റെ അത് വല്ലാതെ വരളുമ്പോഴും അതല്ലാതെ ശോഷിക്കുമ്പോഴും ഒക്കെ വേദനിച്ച ഏറ്റവും ആദ്യ മനുഷ്യനാര് എന്ന് ചോദിച്ചാൽ അത് MT തന്നെയാണ്. MT എല്ലാ ബേപ്പൂർ സുൽത്താൻ എന്ന് നമ്മൾ മുഹമ്മദ് ബഷീറിനെ വിശേഷിപ്പിക്കുമ്പോൾ നിലയുടെ കഥാകാരൻ എന്നാണ് MT വാസുദേവൻ നായർ. അപ്പൊ നമുക്ക് എന്തൊക്കെയാ നമ്മുടെ കയ്യിൽ ഇന്നുള്ള ബാക്കി വിശേഷങ്ങളും ആളുകൾ എന്താണെന്ന് വിനിഷ നിരവധി സംവിധാനങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു ഐറ്റത്തിൽ തുടങ്ങിയാലോ. ഷീജയാണ് എല്ലാ ദിവസവും നമുക്ക് സർപ്രൈസുമായിട്ട് വരുന്നത്. ഷീജയാണ് ഈ ഗുഡ് മോർണിംഗ് ഷോയുടെ ഐശ്വര്യം. അതെ, ഷീജയാണ് ഈ ഗുഡ് മോർണിംഗ് ഐശ്വര്യം. ഒരു സംഘം തന്നെ ഞങ്ങൾക്കൊപ്പമുണ്ട്. അപ്പൊ ഒരു ഐറ്റത്തോടെ ആരംഭിക്കാം അല്ലേ? യെസ് മോളെ വാ. മോള് റെഡിയാ, ഐറ്റവും റെഡിയാണ്. വാ മോള്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഒക്കെ പറയണേ, മൈക്കിൽ പറയണം. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഈ മൈക്ക് കൊടുക്കാം ഞാൻ. പേരെന്താ? സുകൃത. സുകൃത. ഏതാ സ്കൂള്? BSS ഗുരുകുലം ആലത്തൂർ, പാലക്കാട്. സ്ഥിരം. ഓക്കെ. ഗുരുകുലത്തിൽ നിന്ന് കൂടോടെയാണ് അല്ലെ കൂട്ടമായി കുട്ടികൾ. പാലക്കാടിന്റെ പോയിന്റ് നില നിർണ്ണയിക്കുന്നതിൽ ഗുരുകുലത്തിന് വലിയൊരു പങ്കുണ്ട്. എല്ലാ കാലവും എല്ലാ വർഷവും അത് അവരുടെ കുത്തകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 11 വർഷമായിട്ടും ഹൈസ്കൂൾ കപ്പ് ഞങ്ങളുടെ കണ്ടോ, അത് അവരുടെ കുത്തകയാണ്. ഇത്തവണ എന്താ സ്ഥിതി? ഉറപ്പിക്കാൻ പറ്റിയോ? ഉറപ്പിക്കാൻ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ആരാ വലിയ ഫൈറ്റ് തരുന്നേ? വലിയ ഫൈറ്റ് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് എല്ലാ വർഷവും കൊടുക്കാൻ. അതായിക്കോട്ടെ, നിങ്ങളുടെ എതിരാളി ഇപ്പൊ കാണുന്നത് ആരാണ് മുന്നിൽ? അങ്ങനെയൊന്നും ചോദിച്ചു കുഴപ്പിക്കരുത്. പറയത്തില്ല എന്നല്ലേ എതിരാളിയെ കുറിച്ച് ഒരു വാക്ക് ഞാൻ മിണ്ടില്ല. അപ്പൊ പറഞ്ഞാണോ വിട്ടിരിക്കുന്നത്? എതിരാളിയെ കുറിച്ച് പല ചോദ്യങ്ങൾ വരും. മറ്റേ പാറപ്പള്ളി ധ്യാനം കൂടാൻ ചോദിച്ചോല്ലേ, തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. ഇല്ല, കഴിഞ്ഞ തവണ ഹയർ സെക്കൻഡറി കപ്പ് ഏറ്റവും ചരിത്ര നേട്ടമായിരുന്നു. ഇതുവരെ അതുപോലെ ഒരു നമ്മൾ എത്രയോ 200ന്റെ അടുത്ത് പോയിന്റ് ഇതുവരെ ഒരു സ്കൂൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഓരോ വർഷവും നമ്മൾ 200 ക്രോസ് ചെയ്തു. 200 ക്രോസ് ചെയ്തു കഴിഞ്ഞ തവണ. കഴിഞ്ഞ വർഷം 200 ക്രോസ് ചെയ്യുന്നു ഓവറോൾ പോയിന്റ്. സാധാരണ നമ്മൾ കായികമേളയിലൊക്കെ പറയാറുണ്ട് തലേ വർഷത്തെ അവരുടെ മീറ്റർ റെക്കോർഡ് അത് ക്രോസ് ചെയ്ത് അതുപോലെ തന്നെ കലോത്സവ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗുരുകുലം സ്കൂളിന്റെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് മാക്സിമം പറ്റുന്നത് ഞങ്ങൾ ചെയ്യും. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു പോയിന്റ് അത് കൂടുതൽ വാങ്ങിച്ചിരിക്കും. ഓക്കെ, എന്താണ് ഐറ്റം? എന്റെ മിമിക്രി ആണ്. മിമിക്രി മത്സരം കഴിഞ്ഞോ? മത്സരഫലം വന്നു? പറഞ്ഞോളൂ. മത്സരഫലം A ഗ്രേഡ് ഉണ്ട്. ഇനി എന്താ വേണ്ടത്? അപ്പൊ പിന്നെ പരിപാടി തുടങ്ങിയോളൂ. മൈക്ക് പിടിച്ചു തരണോ? സ്വന്തമായിട്ട് പിടിക്കോ? ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് സിനിമ വെനം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. You come in here. In fact, you go anywhere. In the city, preying on innocent people. We will eat your arms and both of your legs. We are Venom. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബിന്ദു പണിക്കർ. അരുത് കാട്ടാളാ വെട്ടരുത്, അരുമയാ മരങ്ങളെ കൊല്ലരുത്. എടി ഭാവനെ, നീ എന്നെ മറന്നു, അതെങ്ങനെയാ? നിനക്കെന്നോട് സ്നേഹമില്ലല്ലോ. അടുത്തത് ഭാവന. ഈ കഷ്ടമൂർത്തിയാളെ സ്മാർട്ടാ, എനിക്കിഷ്ടായി. ഇതാര്? ബിന്ദു ചേച്ചിയോ? അമ്മണിക്ക പറ്റിയിൽ ഞാൻ കണ്ടില്ലാട്ടോ. ബിന്ദു ചേച്ചിയാളെ സ്മാർട്ടാ, എനിക്കിഷ്ടായി. അടുത്തത് ചാളമേരി. എടിയേ, നീ എന്നെ ചാളച്ചേച്ചി വിളിക്കാൻ ഞാനൊരു തള്ളയാണ് ചൂലേ. നീ ഫുൾ ടൈം ഫേസ്ബുക്കിലാണല്ല. നീ കരികാബേരോ കണ്ടിട്ടാടി. ഞാനാടി കരികാബേരോ. വാ. അടുത്തത് ജനാർദ്ദനൻ. എടാ എൽതോ നീ തക്കപ്പരലടാ പൊന്നപ്പനാടാ പൊന്നപ്പൻ. അടുത്തത് കോവൈ സരള. അത് സോഫ്റ്റ് ആയിട്ട് തുടങ്ങിയപ്പോ ശരത്തനങ്ങനെ ഞെട്ടിപ്പോയി. ഗംഭീരായിരുന്നു മോളെ, തകർത്തു. പിന്നെ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലാത്ത അഡീഷണൽ ഒരെണ്ണം പറയാൻ പറ്റുമോ ഏതെങ്കിലും? അടുത്തത് പിന്നെ ഇതിപ്പോ ഈ വെന്യൂവിൽ ചെയ്തതാണോ? ഇന്നലെ ചെയ്തതാണോ? ഇതിന് പുറത്തൊരു ഐറ്റം ചോദിച്ചാ
ഇതിന് പുറത്തൊരു ഐറ്റമാണ് ജനാർദ്ദനൻ. ജനാർദ്ദനൻ നമുക്കുള്ള സ്പെഷ്യൽ ആയിരുന്നു. അത് നന്നായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഞാൻ ഈ വ്യത്യസ്തമായിട്ട് ട്രാൻസിഷൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അതിങ്ങനെ ഈ പറഞ്ഞ പോലെ സ്ത്രീ ക്യാരക്ടേഴ്സിൽ അല്ലെങ്കിൽ ആക്ട്രസസിലൊക്കെ ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് ജനാർദ്ദനിലേക്കുള്ള ഒരു മാറ്റം നല്ലൊരു ജമ്പായിരുന്നു. ഇങ്ങനെ വരുന്നു ഇങ്ങനെ നോക്കിയപ്പോൾ വളരെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് കലോത്സവം നടക്കുമ്പോൾ ജനാർദ്ദനെ പോലെയുള്ള ആക്ടേഴ്സിനെ അവരൊന്നും നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഐറ്റം ഏതാ? മിമിക്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ ഇംഗ്ലീഷ് സ്കിറ്റ് ഉണ്ട്, അത് ചെയ്യണം. ഓക്കെ. ഈ മിമിക്രിയിൽ ശരത്തൻ ചോദിച്ചതുപോലെ നമുക്ക് ചെയ്യാതെ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ, അനുകരിക്കാൻ ഇഷ്ടം ആരെയാ? എനിക്ക് ഏറ്റവും ബീറ്റ് ബോക്സ് ചെയ്യാം. ഓക്കെ. ടഫായിട്ട് തോന്നിയത് ഒന്ന് പിടിക്കാൻ നോക്കിയിട്ട് അയ്യോ ഇത് പറ്റുന്നില്ല അങ്ങനെ തോന്നിയതുണ്ടോ? അങ്ങനെ തോന്നിയത് അല്ലെങ്കിൽ പിടിച്ച് മെരുക്കി എടുത്തത് കമലഹാസന്റെ വോയിസ് ആയിരുന്നു. പക്ഷെ അത് പെർഫെക്ഷൻ അല്ല മനസ്സിലായി. കാരണം ഒരു മെയിൽ വോയിസ് ആയതുകൊണ്ട് അത് പെർഫെക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. തുടങ്ങിക്കോ. மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது கண்மணி அன்போட காதலன். പെർഫെക്ഷൻ ഇല്ലാന്നോ? അതെ, കമലഹാസന്റെ ആ വിബ്രാറ്റോ ഒക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ശബ്ദത്തിൽ മാത്രമല്ല അതിലേക്കുള്ളൊരു മാറ്റമുണ്ട്. ഭയങ്കര രസമായിട്ട് ഇങ്ങനെ മുഖത്ത് കിട്ടുന്നുണ്ടായിരുന്നു. അതൊരു ആ ട്രാൻസിഷൻ ഭയങ്കര രസകരമായി ആസ്വദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ കലാരംഗത്ത് എന്താണ് ഇതിൽ ഈ മത്സരത്തിലേക്ക് വേണ്ടി മാത്രം പ്രിപ്പയർഡ് ആവുന്ന ഒരാളായിട്ടല്ല എനിക്ക് തോന്നിയത്. എന്താണ് പ്ലാൻ, എന്താണ് ഇഷ്ടം, എന്താണ്? സർ എനിക്ക് അതായത് കഴിഞ്ഞ വർഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് മിമിക്രിക്ക് വരുന്നത്. കാരണം ആരും ഇത് കണ്ടെത്തിയ ഇങ്ങനെ ഒരു ചാൻസ് സാധ്യതയുണ്ട് എന്നുള്ളത്. അത് ഞങ്ങളുടെ സ്കൂളിലൊരു സർ ഉണ്ടായിരുന്നു. സർ ഇങ്ങനെ ഓഡീഷന് വിളിച്ചു. അപ്പോൾ ഓഡീഷന് വിളിച്ചപ്പോൾ നമ്മുടെ ഓഡീഷന് പോയപ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. ആദ്യം എന്താ ഐറ്റം എന്തുവായിരുന്നു? ആദ്യം നമ്മ തന്നെ സ്വയം ചെയ്തതായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് ജയനായിരുന്നു. പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല, നമ്മൾ സ്വയം കൈന്നിട്ട് ചെയ്തു. പെർഫെക്ഷൻ ഇല്ല എന്ന് പറയുന്നതാണ് പെർഫെക്ഷൻ. ആദ്യമായിട്ട് ചെയ്ത് ഈ മിമിക്രി രംഗത്തേക്ക് സുഹൃത കയറി വന്നത് നമ്മുടെ ജയനെ ഇങ്ങനെ ശബ്ദത്തിലൂടെ ആവാഹിച്ചാണ്. അതിന്റെ മാനറിസം ആയിരുന്നു ചെയ്തത്. ഭയങ്കര സംഭവല്ലേ? നീയല്ലേടാ പെണ്ണുകളെ കളിയാക്കുന്ന അലവലാതി ഷാജി. ഇത് കുമാരേട്ടൻ നോക്കി പറഞ്ഞാണോ? അവിടെ തുടങ്ങി അല്ലേ? അപ്പൊ അന്ന് ജഡ്ജ് ചെയ്ത് മാഷ് എന്താ പറഞ്ഞേ? സാർ പറഞ്ഞു എനിക്ക് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വോയിസ് കേട്ടാൽ നമുക്ക് സാർക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പൊ കഴിഞ്ഞ തവണ എന്ത് കിട്ടി? മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തവണയും സ്റ്റേറ്റിൽ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. എ ഗ്രേഡ്. അപ്പൊ രണ്ടാം വർഷമാണ് അല്ലേ? ഏത് ക്ലാസ്സിലായി ഇപ്പോ? +1. അപ്പൊ ഇനി ഒരു വർഷം കൂടി +2 കൂടി ഉണ്ട് അല്ലേ? അപ്പൊ ഈ കേപ്പബിലിറ്റിയും കാലിബറും സൂക്ഷിക്കുക. നന്നായിട്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ കലയെ മുറുക്കി പിടിച്ചുകൊണ്ട് അക്കാദമിക് രംഗത്തിലും വലിയ വിജയം കിട്ടട്ടെ സുഹൃത്തേക്ക്. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇങ്ങനെ ഉപദേശങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും കേട്ടോ. അടുത്ത ക്യാമറയ്ക്ക് മുമ്പിൽ ചെല്ലുമ്പോൾ ഉപദേശിക്കുക, ഇഷ്ടമുള്ള പോലൊക്കെ ഗംഭീരമായി ചെയ്യുക, അടിപൊളിയാവുക കേട്ടോ. ഓക്കെ, നമുക്കത്രേ പറയാനുള്ളൂ. ഓക്കെ മോളെ, താങ്ക് യു. അപ്പൊ നമ്മൾ സുഹൃതയുടെ വിശേഷങ്ങൾ കണ്ടു. അതെ, ധന്യമായി. ഇനി നമുക്ക് അർച്ചനയുടെ ഇന്നലെ നിങ്ങൾ എപ്പോഴോ സംസാരിച്ചപ്പോ പുതിയ കുട്ടികൾ പുതിയ പേരുകൾ പറയുന്നുണ്ടായിരുന്നു അല്ലെ? നിങ്ങൾ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട്. അതുപോലെ രസകരമാണ് പേര് സുഹൃത. പക്ഷേ നവോമിക അത്തരത്തിലുള്ള പേരുകളൊക്കെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഭയങ്കര സ്പാർക്കാണ് ആ കുട്ടിയുടെ ഓരോ പെർഫോമൻസ്. നമ്മൾ അടുത്തു നിന്ന് ഇങ്ങനെ കാണുക കൂടിയാണ്, കേൾക്കുന്നു. അതിന്റെ പെർഫെക്ഷൻ വിലയിരുത്തിയത് കറക്റ്റാണ്. കാപ്പബിലിറ്റി അത് എങ്ങനെയാണ് കുട്ടികൾ ഗ്രൂം ചെയ്യപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്.